മമ്മി ഐസിയുവിൽ ഇന്നലെ പുറത്തേക്ക് കൊണ്ടുവന്നു. മെനിയാന്ന് സർജറി, മെനിയാന്ന് ഇൻസിഡന്റ് ഉണ്ടായത്. മമ്മി ഇപ്പം ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ പേരിൽ പരാതിയുമായി മുമ്പിട്ടത് ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാമെന്ന വിളിപ്പറ. കാര്യം ആ നമ്പർ, അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള എന്റെ തന്നെ ഒരു സുഹൃത്തിന്റെ CCTV ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പർ. ബിഗ് ബോസ് സീസൺ 6 കഴിയാൻ വേണ്ടി ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ബിഗ് ബോസ് സീസൺ 6ന്റെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്ന സിബിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷം ബിഗ് ബോസിനെതിരെ വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട്. അതില് സിബിനോടൊപ്പം കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ വിജയിയായിട്ടുള്ള അഖിൽ മാരാർ കൂടി വളരെ ഗുരുതരമായ ആരോപണമാണ് ബിഗ് ബോസിന്റെ അണിയറയിലുള്ള ഒന്ന് രണ്ട് ആളുകളെ കുറിച്ച്, ബിഗ് ബോസ് ഷോയെ മൊത്തത്തിലല്ല അവർ പറയുന്നത്, അതിന്റെ അണിയറയിലുള്ള ഒന്ന് രണ്ട് ആളുകളുടെ ചില പെരുമാറ്റങ്ങളെയും അവരുടെ ചില രീതികളെയും കുറിച്ചുമാണ് ഈ സിബിനും അതുപോലെ തന്നെ അഖിൽ മാരാരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ ബിഗ് ബോസ് ഈ ഞായറാഴ്ച അവസാനിക്കും. അതിനു മുൻപേ സിബിൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കുറച്ച് ഭീഷണി കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അതുമായി ബന്ധപ്പെട്ട് കേസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കുറച്ച് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബിഗ് ബോസ് ഷോയുടെ അവസാനിക്കുന്നതിന്, അതായത് ഗ്രാൻഡ് ഫിനാലേക്ക് മുമ്പ് ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറയും എന്ന് സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എറണാകുളത്ത് വെച്ച് സിബിനും സിബിന്റെ അഡ്വക്കേറ്റും അഖിൽ മാരാരും കൂടി ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ വളരെ ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങൾ ബിഗ് ബോസിനെതിരെ സിബിൻ പറയുന്നു. സിബിൻ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ചേർത്ത് ഒരു കേസ് തമിഴ്നാട് DGPക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ DGPക്ക് കേസ് നൽകിയതിന്റെ ഒരു റെസിപ്റ്റ് സിബിൻ ആ വാർത്താ സമ്മേളനത്തിൽ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം സിബിനെ ഭീഷണിപ്പെടുത്തിയ ഫോൺ കോളുടെ റെക്കോർഡ് അത് സിബിൻ അവിടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ ഒരു മീഡിയയുമായിട്ടും കൊടുക്കാൻ പാടില്ല. ഇതാണ് സിബിന് വന്ന ഫോൺ കോളിന്റെ റെക്കോർഡ് ഭാഗം. അത് സിബിൻ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതായത് സിബിൻ ഈ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിലും ഒരു ബൈറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ നിൽക്കരുത്, അത് നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടാകും എന്ന രീതിയിൽ തന്നെയാണ് ആ ഫോൺ കോൾ പറയുന്നത്. പക്ഷെ അത് ആര് വിളിച്ചു എന്നൊന്നും സിബിൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതുവരെ ആരാണ് സിബിനെയോ അല്ലെങ്കിൽ ഈ ബിഗ് ബോസിന്റെ ഭാഗമായിട്ട് ഒരു തെറ്റായ രീതിയിൽ ആ ഷോയെ കൊണ്ടുപോകുന്നത് എന്ന് ഇവർ ഇതുവരെയും ഒരാളുടെയും പേരെടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ല. അതിന് അവർ പറയുന്ന കാര്യം ഞങ്ങൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഒരു കേസും കാര്യങ്ങളും ഒക്കെ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ FIR ഇട്ട് കഴിഞ്ഞാൽ ഈ ആളുകളുടെ എല്ലാം പേര് ആ FIRൽ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ FIRനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ അവരുടെയൊക്കെ പേര് നിങ്ങളോട് പറയുന്നതായിരിക്കും പറഞ്ഞു. ഇതിൽ ഞാൻ ബിഗ് ബോസിനെതിരെ സിബിൻ ആരോപിച്ച ആരോപണത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നല്ല സംസാരിക്കുന്നത്. അതിൽ സിബിൻ ആ ആരോപണത്തിനിടയിൽ ഒരു കാര്യം പറഞ്ഞു, അമ്മയ്ക്കും അച്ഛനും വരെ ഭീഷണി കോളുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും കൂടെ പുറത്തു പോയ സമയത്ത് ഒരു കാറ് അമ്മയെ വന്ന് ഇടിച്ചു. അത് ഇടിച്ചത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മുന്നിലോട്ട് പോയ കാറ് തിരിച്ച് റിവേഴ്സ് വന്നിട്ട് വീണ്ടും ഇടിച്ച് അമ്മ കൈയൊടിഞ്ഞ് അനന്തപുരി ഹോസ്പിറ്റലിലാണ്, ICUലായിരുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് എങ്ങനെയോ എന്തോ ആവട്ടെ ഈ ഷോയിൽ ഉണ്ടായിരുന്ന കോണ്ടസ്റ്റൻസും ഷോയുടെ ഭാഗമായിട്ടുള്ള ആളുകളും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് കുടുംബങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്തിട്ടാ അവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നത് ചോദിക്കേണ്ടി വരും. കാരണം അവർക്ക് ഇതിൽ യാതൊരു പങ്കും ഇല്ല എന്നതൊരു പച്ചയായ സത്യമാണ്. ഇത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ്, അല്ലെങ്കിൽ അവർ തന്നെയാണ് ഇത് ചെയ്തത് എന്നതിന് പ്രൂഫൊന്നുമില്ല. അത് സിബിൻ തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്കതൊരു പ്രൂഫൊന്നുമില്ല, അത് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഇതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ രാഷ്ട്രീയ പ്രവർത്തകരാണ് എങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെതിരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ ബാധ്യതയായി, ആ ആരോപണം കേൾക്കേണ്ടി വന്ന ആളുടെ ബാധ്യതയായി, ഞാൻ ആ ആരോപണത്തിന് അർഹനല്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അഴിമതിയാണെങ്കിൽ അഴിമതി ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത അയാൾക്കാണ്. ഇവിടെ നേരെ അതുപോലെ തന്നെ എൻഡമോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനിക്കാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഇപ്പോൾ ബാധ്യതയുള്ളത് എന്നാണ് സിബിൻ പറയുന്നത്. പക്ഷെ അവരിങ്ങനെ ഒരു ഇത് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. കാരണം അവരൊരു വലിയ കോർപ്പറേറ്റ് ആണ്, അവർക്കൊരു ഷോ ഉണ്ട്, ആ ഷോ പൂർത്തിയാകണം. ഷോ പൂർത്തിയായതിനു ശേഷം ഒരുപക്ഷെ അവരെ സിബിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയായിട്ട് വരുമായിരിക്കും. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് അതിനു വേണ്ടി കാത്തു നിൽക്കാം. ആരോപണങ്ങൾ സിബിൻ ഉന്നയിക്കുന്നുണ്ട്, ആരോപണങ്ങൾ അവർ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ തിരസ്കരിക്കുകയോ യാതൊരു വിധത്തിലുള്ള ഒരു മറുപടിയും എൻഡമോൾ ഷൈന്റെ ഭാഗത്ത് നിന്ന് വരാത്തിടത്തോളം കാലം ആരോപണങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയോ ചെയ്യും.
അതിന് വരുന്ന മണിക്കൂറുകൾ, അതായത് ഒന്നുകിൽ ഈ പത്രസമ്മേളനം നടത്തിയത് കൊണ്ട് ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയണം. അതല്ല എങ്കിൽ ബിഗ് ബോസിന്റെ ഷോ കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും എൻഡമോൾ ഷൈന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകളുടെ ഭാഗത്ത് നിന്നോ ഒക്കെ ഒരു പ്രതികരണം ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം.